പരിപ്പോടെ കാണിച്ചെന്ന് കൊതിപ്പിച്ചത് ആരും പറയരുത് കേട്ടോ. പരിപ്പോടാന്ന് പറയുമ്പോൾ ഒരു വികാരമാണ് മക്കളെ. എന്താണെന്നറിയില്ല, പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് നൊസ്റ്റ് വരും. ഇന്നത്തെ ഡിസ്ചാർജ് എന്റെ കോളേജ് ആയിരുന്നു കേട്ടോ. ആരും തെറ്റിദ്ധരിക്കേണ്ട, പഠിപ്പിച്ച കാര്യങ്ങളൊന്നല്ല. വൈകുന്നേരങ്ങളിൽ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളേജിന്റെ അവിടെ നിന്ന് ബസ് കയറാനായിട്ട് നമുക്ക് 2 കിലോമീറ്ററോളം നടക്കണം എന്ന് തോന്നുന്നു. പക്ഷേ ഈ 2 കിലോമീറ്റർ എന്ന് പറയുന്നത് പറഞ്ഞ നേരം കൊണ്ട് തീരാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ കൂട്ടുകാരായിട്ട് ഒരു പടയായിട്ടാണ് കോളേജിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നത്. ഓരോരോ തമാശയും പറഞ്ഞ് ഇങ്ങനെ നടന്നു വരുമ്പോൾ സമയം കൊണ്ടൊന്നും അറിയില്ലാന്നേ. പക്ഷെ എന്റെ പൊന്നോ, എല്ലാ ദിവസവും ഉണ്ടല്ലോ ഞങ്ങൾ വൈകുന്നേരം വരുന്ന ടൈമിൽ അവിടെ ഒരു കുഞ്ഞു കടയുണ്ട്. ആ കട ആരുടെയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ അവിടെ നിന്ന് ഒരു മണം വരും. നല്ല തിളയ്ക്കണ എണ്ണ കിടന്ന് മൊരിയണ പരിപ്പോടയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, എന്റെ ദൈവം ഇപ്പോഴും ഓർമ്മയിലുണ്ട് കേട്ടോ. കോളേജിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ബന്ധമില്ലാത്ത ഈ പരിപ്പൊടിയാണ് ഓർമ്മ വന്നത് ഇന്ന്. എന്നാ പിന്നെ ഒന്ന് ഉണ്ടാക്കാന്ന് വെച്ചു. കാരണം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതയാണല്ലോ. കാര്യം നമ്മുടെ കടയിൽ ഈ സംഭവം ഉണ്ട്. എന്നാൽ എനിക്കൊരു ആഗ്രഹം, എനിക്ക് തന്നെ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിൾ ആണ് മക്കളെ, ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഇതുപോലെ എണ്ണയിൽ ഇടുന്ന പോലെ ഒന്നും ഇടാൻ നിൽക്കണ്ട കേട്ടോ. ചേച്ചിയുടെ കൈ പൊള്ളി ശീലമായത് വരുന്നതുകൊണ്ട് എന്റെ കൈ ഇപ്രാവശ്യം പൊള്ളിയില്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇടാണെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇടണ്ട, എന്തെങ്കിലും ചട്ടകം കൊണ്ട് എങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല, ഞാൻ ഈ കാണിച്ച പോലെ ഉണ്ടാക്കി ഞാൻ നല്ല സൂപ്പർ പരിപ്പൊടിയാണ്. നമ്മുടെ കടയിൽ നിന്ന് മേടിച്ചാൽ ഇതുപോലെ ചൂടോടെ കട്ടൂലായം വെച്ച് കൂടെ കൂട്ടിന് ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായി.